ഇന്നത്തെ ഉച്ചയൂണ് ഫുൾ ഉഡായിപ്പാണ്. കാരണം ഇവിടെ കറണ്ടില്ല, ടാങ്കിൽ വെള്ളമൊക്കെ തീരാനായി വരുന്നു. അപ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് പോയ കറണ്ട് ഇന്ന് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ പിന്നെ എനിക്ക് വെള്ളമൊന്നും ഇല്ലാതെ കറണ്ടും ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മൂന്നാമത്തെ നിലയിൽ താമസിക്കുന്ന ഞാൻ 42 സ്റ്റെപ്പ് കൊണ്ട് കയറണം താഴേന്ന് വെള്ളം കോരിയാൽ. അപ്പോൾ അതൊക്കെ ഓർത്തിട്ട് ഞാൻ ഈ ഒരു രീതിയിൽ അങ്ങ് ഒതുക്കാമെന്ന് കരുതി. അങ്ങനെ ചോറ്റിനുള്ള അരിയും കഴുകി അടുപ്പത്തിട്ടതിന് ശേഷം ചീനി ഒരെണ്ണം ഉണ്ടായിരുന്നു, അതങ്ങ് കൊത്തിയെടുത്ത്. പിന്നെ അതാ 2 പാവയ്ക്ക ഇരുന്നതിനെ കുരുവൊക്കെ കളഞ്ഞ് കഴുകിയതിന് ശേഷം ഉപ്പും മഞ്ഞളും ചേർത്ത വെള്ളത്തിലൊന്ന് മുക്കി വയ്ക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ചോറിനുള്ള അരിയെല്ലാം തിളച്ചു, അത് ഇറക്കി അങ്ങ് കുക്കറിൽ വെച്ച് പിന്നെ ചീനി ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ചീനിയിൽ അരപ്പിടാതിരുന്ന അതും ഒരു ടേസ്റ്റ് കാണത്തില്ല. അപ്പം ഞാനെന്ത് ചെയ്തെന്നറിയാമോ, ഉപ്പും മഞ്ഞളും കറിവേപ്പിലയും കാന്താരി മുളകും കൂടി പിന്നെ ഉള്ളിയും കൂടി ചേർത്ത് അങ്ങ് ചതച്ചിട്ട് അതിട്ടാണ് ഉടച്ചെടുത്തിട്ടുള്ളത്. അങ്ങനെ ചീനിയും റെഡിയായി കിട്ടി. അപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ പാവയ്ക്ക ഇടയ്ക്ക് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നേ, അങ്ങനെ അതും അങ്ങ് താളിച്ച് അടുപ്പിലാക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ മസാലപ്പൊടിയൊക്കെ ചേർത്ത് മൂപ്പിച്ച് ഉപ്പും പുളിയും ചേർത്ത് ഇറക്കാം. അപ്പോൾ ഇത് ഇത്രയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചയൂണിനുള്ള കറി. അപ്പോൾ കഴിക്കാൻ നേരം മുട്ടയും പൊരിച്ചു.